CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് മാർച്ച് 9-ന് തൊടുപുഴയിൽ സ്വീകരണം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ വ്യാഴാഴ്ച രാവിലെ 9-ന് ജില്ലാ അതിർത്തിയായ പെരുമാങ്കണ്ടത്തെത്തും. ഇവിടെ പാർട്ടി മുതിർന്ന നേതാവ് MM മണി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണ സമ്മേളനം. പകൽ 2-ന് അടിമാലിയിലും വൈകിട്ട് 4-ന് നെടുങ്കണ്ടത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകും. രണ്ടാം ദിവസത്തെ പര്യടനം രാവിലെ 9-ന് കട്ടപ്പനയിലെ സ്വീകരണത്തോടെ ആരംഭിക്കും. പകൽ 11-ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് അവസാന സ്വീകരണം. തുടർന്ന് ജാഥ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. ജില്ലാ അതിർത്തിയായ പെരുമാങ്കണ്ടത്ത് വെച്ച് പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ സഖാവ് MM മണി, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KK ജയചന്ദ്രൻ, KP മേരി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ജില്ലയിലേക്കുള്ള ജാഥയെ ഏറ്റുവാങ്ങും. ആദ്യത്തെ സ്വീകരണ പരിപാടി തൊടുപുഴയാണ്. പഴയ ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്രത്തിലാണ്. ഈ സ്വീകരണ സമ്മേളനത്തിന് ശേഷം ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ സ്വീകരണ പരിപാടി ദേവികുളം മണ്ഡലത്തിൻ്റെ അടിമാലിയിലാണ്. അടിമാലിയിൽ സ്വീകരണത്തിന് ശേഷം 9-ാമത്തെ പര്യടന പരിപാടി നെടുങ്കണ്ടത്ത് സമാപിക്കും. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കട്ടപ്പന ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിപാടി. അതിനുശേഷം വണ്ടിപ്പെരിയാറിൽ ഉച്ചയ്ക്ക് പീരുമേലിൻ്റെ പരിപാടി പൂർത്തിയാക്കി കോട്ടയം ജില്ലയിൽ 35-ാം മൈലിൽ കോട്ടയം ജില്ലയിൽ ജാഥയെ ഞങ്ങൾ ഏൽപ്പിക്കും. ഈ ജാഥയുടെ സ്വീകരണ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവിധമായ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന മുഴുവൻ ജനവിഭാഗം അണിനിരത്തുക. മറ്റൊന്ന്, ഓരോ സ്വീകരണ സമ്മേളനത്തേക്കും പോരാട്ട വീതിയിൽ പിടഞ്ഞു വീട് മരിച്ചിട്ടുള്ള ഇടുക്കി ജില്ലയിലെ 15 അനശ്വരരായ രക്തസാക്ഷികളുണ്ട്. ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ എല്ലാം സാന്നിധ്യം ഈ ജാഥയിൽ ഉറപ്പുവരുത്തുക. കലാരംഗത്തും കായിക രംഗത്തും പ്രൊഫഷണൽ രംഗത്തും മികവ് തെളിയിച്ചിട്ടുള്ള നമ്മുടെ ഇടുക്കി ജില്ലയിലെ ദേശീയ സംസ്ഥാന താരങ്ങളെ, കലാതിലകങ്ങളെ അവിടെ വെച്ച് ആദരിക്കുക. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളായി 1.5 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കും. സ്വീകരണ കേന്ദ്രങ്ങളിൽ 1500 റെഡ് വോളണ്ടിയർമാർ, 250 വനിതാ വോളണ്ടിയർമാർ, 5000 സ്ത്രീകൾ തുടങ്ങിയവർ അണിനിരക്കും. അകമ്പടിയായി ബൈക്ക് റാലി, ചെണ്ടമേളം, നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും. നാടിന്റെ മുക്കിനും മൂലയിലും ജാഥയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ലോക്കൽ തലങ്ങളിൽ സംഘാടക സമിതികളുണ്ട്. വിളംബര ജാഥകൾ പൂർത്തിയായതായും CV വർഗീസ് പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി, തൊടുപുഴ വെസ്റ്റ് ഈസ്റ്റ് ഏരിയ സെക്രട്ടറിമാരായ TR സോമൻ, മുഹമ്മദ് ഫൈസൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.